നമസ്കാരം. അമ്മ ഞാനിപ്പോൾ ഇന്ദ്രപാലനുമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇന്ദ്രപാലൻ പറഞ്ഞത് ഒരു ഇപ്പോൾ കിട്ടിയ സിഗ്നൽ വളരെ സ്ട്രോങ് ആണ് എന്നാണ്. പക്ഷെ അത് നാളെ ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ അതൊരു നാളത്തോടുകൂടി ഏകദേശം നമുക്ക് ആ സ്ഥലം ഉറപ്പിക്കാൻ പറ്റും എന്നാണ് ഇന്ദ്രപാലൻ സാറ് പറയുന്നത്. അതിങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഇപ്പോൾ 2 പേര് മിനിസ്റ്റേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. AK ശശീന്ദ്രൻ മിനിസ്റ്റർ നാളെ എത്തും. അപ്പം അന്ന് ചോദിച്ച 1-2 സംശയങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ അവിടെ ക്ലാരിഫൈ ചെയ്തായിരുന്നു. ഇന്ന് രാവിലെ എന്ന് തോന്നുന്നു അമ്മ എനിക്ക് ഒരു അവിടെ ആ ഒരു സ്ഫോടനത്തിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് അത് ഇല്ല എന്നാണ് അപ്പുറത്തെ നാട്ടുകാരെല്ലാവരും നമ്മൾ ചോദിച്ച എല്ലാവരും പറയുന്നത്. അങ്ങനെയൊന്നുമില്ല എന്നാണ്. പിന്നെ ആ തടി കിട്ടിയ ആൾക്കാർ പറയുന്നതും അതില്ല എന്നാണ്. അപ്പോൾ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. അത് ചില ആളുകളൊരു സംശയമായിട്ട് പറഞ്ഞതാണ്. ടാങ്കർ സ്ഫോടനം നടന്നോ ഇല്ലയോ എന്നുള്ളൊരു വ്യക്തതയില്ല. പക്ഷേ ഇല്ല എന്നാണ് നമ്മളിപ്പോഴും കരുതുന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരം SP മറ്റൊരു കാര്യം പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അടുത്ത് മറ്റോ ഉണ്ടാവും. അതിന് പക്ഷേ അവിടെ ഒഴുക്ക് കൂടുതലാണ്. ഞാൻ ആർമിയിലെ മേജർ അഭിഷേകുമായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഒഴുക്ക് കൂടുതലായതുകൊണ്ടാണ് ബുദ്ധിമുട്ട് എന്നാണ്. ഡിഫൻസ് PR ഒരു അതുൽ പിള്ളെ പറഞ്ഞായിരുന്നു. ഈ ഒഴുക്കിപ്പോൾ ഒരു 6 knotsആണ്. 11 കിലോമീറ്റർ സ്പീഡിൽ വേഗതയിൽ പോവുക. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അവർക്ക്. പക്ഷെ അവർ പരമാവധി ഇന്ന് ശ്രമിച്ചു. നേവിയിലെ ആൾക്കാർ പരമാവധി ഞായറാഴ്ച മുതൽ ശരിക്കും നല്ല വേഗതയിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. കാലാവസ്ഥ വളരെ പെട്ടെന്ന് മാറുന്നുണ്ട്. ഇപ്പം ഇനി 3 ദിവസം കൂടി ഓറഞ്ച് അലർട്ടാണ്. മഴ പെയ്യുന്നതും. പക്ഷെ നാളെ ഒരു ഡ്രെഡ്ജിങ്ങിൻ്റെ ഒരു സാധ്യതയും കൂടെ അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഇന്നിപ്പോൾ പറഞ്ഞത്. എന്തെങ്കിലും ഗവൺമെൻറ്റിനോട് എന്തെങ്കിലും അമ്മയ്ക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് പറയാമെന്നില്ല. സതീഷ് മല്ലിയോട് പറഞ്ഞിരുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. എനിക്ക് അങ്ങനെയൊന്നും ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സ് മറ്റൊരു മാനസികാവസ്ഥയിലാണ്. ഒരാഴ്ച വരെയൊക്കെ ഞാനിങ്ങനെ ഒരു സ്വയം ബുദ്ധിയിൽ ഇങ്ങനെ പോയിട്ട് എന്തൊക്കെ നിങ്ങൾ അന്ന് മുതൽ ഇതിനോടൊപ്പം ഉണ്ട്. നിങ്ങൾ ഒരു 140 മണിക്കൂർ നമ്മൾ തുടർച്ചയായിട്ട് നിൽക്കുക. ഓരോ ദിവസവും നമുക്കിത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ നമുക്ക് അത് അവസാനിപ്പിക്കാനും പറ്റുന്നില്ല. അതനുസരിച്ച് എന്തെങ്കിലും ഒരു അടയാളെങ്കിലും കിട്ടാതെ നമുക്കൊരു തൃപ്തി മനസ്സിന് വരില്ല. അങ്ങനൊരു ആ വാഹനങ്ങളും കണ്ടുപിടിച്ചാൽ നമുക്കൊരു കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നില്ലേ? എല്ലാവരും അന്ന് അതിൻ്റെ അടുത്ത ദിവസമൊക്കെ വന്നതാണ്. പിന്നെ ആരും പോയിട്ടില്ല. ജിതിനും വന്നില്ല. അനിയനും ചെറിയ ഏഞ്ചിൻ്റെ മകനൊക്കെ കയറ്റി വിടുന്നു പറഞ്ഞിട്ടുണ്ട്. അഭിജിത്തിന്. അതെ. അപ്പം ആളടുത്ത് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിനൊരു ഇതാവാതെ ഞാൻ വരില്ല, എന്നെ ഇപ്പോൾ തൽക്കാലം ആക്കേണ്ട, അവരൊക്കെ വിടാമെന്ന് പറഞ്ഞു. അല്ല, ജിതിൻ അവിടെ നിൽക്കണം. ഒരാളവിടെ നിൽക്കുന്നത് നല്ലതാണ്. ഞങ്ങളെന്തായാലും നാളെയും കൂടി എല്ലാവരും അവിടെ തന്നെ പൂർണ്ണമായിട്ടും ഉണ്ടാവും. ഇനി നാളെ കഴിഞ്ഞിട്ട് ഇനി എന്താണെന്ന് അറിയില്ല. നാളെ ഒരു ഉച്ചയോടുകൂടി എന്തെങ്കിലും പ്രതീക്ഷിക്കാം. പ്രകൃതി എതിരായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് രാത്രിയിൽ മഴ പെയ്യുന്നതാണ്. അവിടെ ഈ മലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാണ്. രാത്രി മഴയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. രാവിലെ അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല.
ഇന്നിപ്പോൾ മറ്റേ അതുൽ പിള്ളയൊക്കെ പറഞ്ഞു അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവരിതുവരെ ചെയ്യാത്ത പല ഇതും ശ്രമിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ അത് നടക്കുന്നില്ല. എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്തു. ഇതുവരെയുള്ള എല്ലാ ബോഡിയും ഐഡൻറ്റിഫൈ ചെയ്തു. ഐഡൻറ്റിഫൈ ചെയ്യാത്ത ബോഡിയായിട്ടൊന്നുമില്ല. അവസാനത്തത് ശരവണൻ്റെ ബോഡിയായിരുന്നു. അപ്പുറത്തെ കരയിലും ലേഡി ഉണ്ടായിരുന്നു, സെന്ന എന്ന് പറഞ്ഞിട്ട്. അവരുടെയും ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി 3 പേരാണ്. ലോകേഷ്, ഒരു ജഗന്നാഥൻ, അത് അർജുൻ ചായ കുടിക്കാൻ ഇറങ്ങിയ ആ കടയിലെ ജീവനക്കാരനാണ്, തൊഴിലാളിയാണ്. ചായ നിർബന്ധമല്ല, എന്തെങ്കിലും ഇങ്ങനെ കടികൾ വാങ്ങിച്ച് കഴിക്കും. പിന്നെ ചോറുണ്ടെങ്കിൽ ചോറ്, അല്ലെങ്കിൽ പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് ലോറിയിൽ വെച്ചിട്ട് കഴിക്കുക. ഈ ലക്ഷ്മണയായിട്ട് നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു എന്നാണ് പറഞ്ഞത്, ഞാൻ കേട്ടു അല്ലേ? ആ, അപ്പോൾ ലക്ഷ്മണൻ എല്ലാവർക്കും അറിയാം. അർജുനെയും ലക്ഷ്മണൻ അറിയാം. അറിയാം. ഇന്നലെ SP പറഞ്ഞത് അവസാനം ഇറങ്ങിയപ്പോൾ 4 പേര് മറ്റൊരു ചായക്കടയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ 3 പേരെ നമുക്ക് അറിയാൻ പറ്റി. 4ാമത്തെ അർജുനാണോ എന്നതാണ് അതും പറയാൻ പറ്റും. കണ്ടുപിടിച്ചാൽ അതിലുണ്ടെങ്കിൽ ഉള്ളൊരു ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഉറപ്പ് കിട്ടും. അർജുൻ അങ്ങനെ രാവിലെ ഈ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് കണ്ടതായിട്ട്? മെസ്സേജ് കണ്ടില്ല, ഞാനത് ഉറങ്ങുകയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാം ഇന്ന് വിളിക്കേണ്ടതാണ്, ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. എഴുന്നേൽത്ത് ഉടനെ വിളിക്കും, അമ്മയെ അവളെ ആരെയും വിളിക്കും. പിന്നെ രാവിലെ ഒരു മെസ്സേജ് പോയിട്ട് 2 ടിക്കിൽ നിന്ന് പോയതാണ്. അതായത് ബ്ലൂ ടിക്ക് ആയിട്ടില്ല. ഒരു 7 സംതിങ്ങിൽ. അതെ, എഴുന്നേറ്റ ഉടനെ ബ്ലൂ ടിക്ക്, അതായത് അവൻ തിരിച്ച് കണ്ടോ അല്ലെ വിളിക്കുകയോ ചെയ്യും. അപ്പോൾ ആ ഒരു 8:45 വരെ അതിൻ്റെ ഇടയിൽ എല്ലാം മെയിൻ സ്ട്രീം മാധ്യമങ്ങളും കുടുംബത്തിനോടൊപ്പമാണ്. ഞങ്ങൾ മാത്രമല്ല, ഏഷ്യാനെറ്റ് ആണെങ്കിലും 24 ആണെങ്കിലും മാതൃഭൂമി ആണെങ്കിലും മനോരമ, എല്ലാവരും അവരാരും കുടുംബത്തെക്കുറിച്ചൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ചില ആളുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും കേസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇക്കാര്യത്തിൽ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞു വരെ ആണല്ലേ? കേസിൻ്റെ കേസ് രജിസ്റ്റർ ഞങ്ങളുണ്ടാവും. ഞാൻ അധികം വിഷമിപ്പിക്കുന്നില്ല, എനിക്കറിയാം. ഒന്ന് കണ്ടിട്ട് പോകണമെന്നുണ്ടായിരുന്നു കാര്യം. അമ്മ ഇങ്ങനെ ഫോണിൽ മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്ക് പലതും അമ്മയടുത്ത് പറയാൻ പറ്റുന്നുമില്ല. രാവിലെ ആ സംശയം ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ പല കഥകളാണ് പലരും പറയുന്നത്. അതൊന്നും സത്യമല്ല. അവിടെ പോകുമ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളവിടെ ചെല്ലുന്ന സമയത്തുള്ളൊരു കാഴ്ചയല്ല. ആ ചെല്ലുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് തന്നെ. നമ്മുടെ നാട്ടിലങ്ങനെ സംഭവിക്കും. അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പോലും നമുക്ക് കാണാനില്ല ആ സമയത്ത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വരും, അല്ലെങ്കിൽ ഒരു മെമ്പർ ഉണ്ടാവും അടുത്ത്. അതൊന്നുമില്ല അവിടെ. അങ്ങനെ സിസ്റ്റം പോലും സ്ട്രോങ് അല്ല. ഇതിൽ ഞങ്ങൾ നാളെയും കൂടി ത്രൂ ഔട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞ് എന്തായാലും വിവരം നടത്താൻ ഞങ്ങളൊരു യൂണിറ്റ് അവിടെ തന്നെ ആൾക്കാരുണ്ടാവുകയും ചെയ്യും, എന്ത് വിവരങ്ങളും അറിയാനായിട്ട്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ആരെ അറിയിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും അറിയിക്കുന്നുണ്ടോ? MP-യോ? ഇല്ല, അവിടെ നിന്ന് വേറെ ആരുമില്ല. ജിതിൻ തന്നെയാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. ലക്ഷ്മി മാഡം തന്നിരുന്നു. പക്ഷെ അത് പിന്നെ ഒന്നും ചെയ്യുന്നില്ല, തന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അല്ല, ഇപ്പോൾ ഈ 3 കോഴ്സും കൂടി ആവുമ്പേ അത് കിട്ടുന്നില്ല. അവിടെ മണ്ണെടുക്കുന്ന സമയത്ത് 2 ദിവസമൊക്കെ തന്നു, പിന്നല്ല. പറ്റുമെങ്കിൽ SP എടുത്ത് ഞാനൊന്ന് പറയാം. നമുക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നേരിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുന്ന ഒരു നമ്പർ, ത്രൂ ഔട്ട് അവൈലബിൾ ആവുന്നൊരു നമ്പർ തരാൻ പറയാം. അല്ല, ജിതിൻ മുന്നിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിഷമമല്ല. ജിതിനെ അന്ന് പ്രവേശിപ്പിച്ചു. അത് നമ്മുടെ പിന്നെ ഞങ്ങൾ റിപ്പോർട്ടറാണ് ഇവിടെ മക്കളൊക്കെ നോക്കുന്നത്. അതിലും അതേപോലെ തന്നെ വാർത്ത വരുന്നതെന്ന് പറഞ്ഞു. അതെ, ജിതിൻ പറയുന്നതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ശരിക്കും അവിടെ ഇപ്പോൾ ജിതിനാണ് പ്രധാനമായിട്ടും കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഞങ്ങളോട് ഇപ്പോൾ ഇന്ദ്രപാലാണെങ്കിൽ ഇപ്പോൾ വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പറ്റുമെങ്കിൽ അമ്മയുടെ അടുത്ത് ഒന്ന് സംസാരിക്കണം, ഇത് പറയണം എന്ന് എൻ്റെ അടുത്ത് ഇന്ദ്രപാലൻ സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങിക്കോട്ടെ. ഞങ്ങൾ ഒരുപാടുണ്ട് കൂടെ ഉണ്ടാവും. നമ്മളുടെ ഒരാളായില്ലേ. നമ്മൾ ആദ്യം അവിടെ പോയപ്പോൾ MP സാറിൻ്റെ അടുത്ത് പോയപ്പോൾ സാനിയോ വാർത്ത തരുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവിടെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നത്. പക്ഷെ നമുക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത പോലൊരു വിഷമമുണ്ട് അതിൽ. ശരിയല്ലേ? അഭിജിത്ത് നാളെ വരുമായിരിക്കും അല്ലേ? നാളെ അല്ലേ അഭിജിത്ത്? ഇന്ന് രാത്രി. അയാൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലായിരുന്നു.
കഴിഞ്ഞ ഞങ്ങൾ വന്നപ്പോൾ ആ ഒരു സൺഡേ ക്ലീനിങ്ങും പിന്നെ കിച്ചണിൽ ഒരു രണ്ടാളും ജോലി ഏട്ടനും അനിയനും ഞങ്ങളെ ഔട്ടാക്കിയിട്ട് അവരവിടെ ഭക്ഷണം ഉണ്ടാക്കൽ രാത്രി വരെയുള്ള. ഇത് രണ്ടുപേരും കൂടെ എന്നിട്ട് ഇവിടെ ഇരുന്ന് ഞങ്ങൾ മഹാഭാരതം ആ സീരിയൽ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് കാണും. രാത്രി മോളെ കൂട്ടാൻ വേണ്ടി പുറത്തു പോയി. പിന്നെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ പോവുകയും ചെയ്തു. അങ്ങോട്ട് പോയത് 8-ാം തീയതി. അപ്പോൾ അത് അഭിജിത്തിന് നമുക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു വന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് അവസാനം പോയ സമയത്തും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ലയോ എന്ന് ചോദിക്കുന്നു പുള്ളി. പക്ഷേ അവിടെ നല്ല വന്നാൽ കിച്ചണിലാണ്. ശരിയാണ്.